ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കെട്ടിയിറക്കിക്കൊണ്ട് 5 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ കുട്ടിച്ചോറാക്കിയപ്പോൾ അവിടെ ഇപ്പോൾ BJP കയറി നിരങ്ങുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. റെക്കോർഡുകൾ വാരിക്കൂട്ടിയ മേയർ ആര്യ രാജേന്ദ്രനെ നാട് കടത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല, മറിച്ച് മുഖ്യന്റെ സ്വന്തം MLAക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറി പോലും നഷ്ടമാവുകയാണ്. അല്ലെങ്കിലേ പിണറായി വിജയന്റെ കസേര എപ്പോ തെറിക്കും എന്ന് അറിയാതിരിക്കുന്നതിന് ഇടയിലാണ് വട്ടിയൂർക്കാവിലെ CPM MLAയോട് പുറത്തു പോകണമെന്ന് ശ്രീലേഖ എന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ പറയുന്നത്. അധികാരമേറ്റതിന്റെ 3-ാം നാൾ തന്നെ തങ്ങളെ പുറത്താക്കുകയോ എന്നാണിപ്പോൾ നാട് ഭരിക്കുന്നവർ ചോദിക്കുന്നത്. എന്തായാലും സംഗതി ഇന്ന് രാവിലെ തന്നെ ചൂടുള്ള വിവാദ വാർത്തയായി മാറി. എന്നാൽ ശ്രീലേഖ വ്യക്തമായ കാര്യകാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് MLA VK പ്രശാന്തിനോട് ഓഫീസ് മുറി ഒഴിയാൻ പറഞ്ഞത്. അതായത് തനിക്കായി അനുവദിച്ചു തന്നിരിക്കുന്ന ഓഫീസ് മുറിയിലെ ശുചിമുറിയിലാണ് ഇന്നിപ്പോൾ സകല ഫയലുകളും വെച്ചിരിക്കുന്നത്. എന്തിന്, അലമാര പോലും ശുചിമുറിക്കുള്ളിലാണ്. ഈ കാര്യം ജനങ്ങളെ അറിയിക്കാൻ ശ്രീലേഖ കണ്ട ഒരു മാർഗം കൂടിയാണ് തന്റെ ഓഫീസിൽ സൗകര്യങ്ങൾ ഇല്ല എന്ന പറച്ചിൽ. എന്നാൽ കഴിഞ്ഞ BJP കൗൺസിലർക്കില്ലാത്ത പ്രോബ്ലമാണോ ശ്രീലേഖയ്ക്ക്? കൊമ്പുണ്ടോ എന്ന തരത്തിലുള്ള മറുപടിയായി പോയി പ്രശാന്തിൻ്റെത്. എന്തായാലും അവസാനം ശ്രീലേഖ ഓഫീസിൽ പോവുകയും ഞങ്ങൾ തമ്മിൽ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണേലും 3 മാസമല്ലേ ഉള്ളൂ എന്ന ഒരു ചോദ്യം കൂടി ശ്രീലേഖ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോവാം. പ്രശാന്തിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ, വളരെയധികം സ്നേഹം ഇപ്പോഴും ഉണ്ട്. അനിയന്റെ സ്ഥാനം തന്നെയാണ് ഇപ്പോഴും. ഞാൻ മോനെ എന്ന് വിളിച്ചാണ് സംസാരിച്ചത്. ചോദിച്ചു നോക്ക്, മോനെ എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇതുപോലൊരു സമാനമായ ഒരു പരാതി മുൻകാലങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. MLAയുടെ ഓഫീസ് ഇവിടെ അല്ലായിരുന്നു ഇതിനു മുമ്പ്, അതുകൊണ്ട് പരാതി ഉണ്ടായിരുന്നില്ല. മധുസൂദനൻ നായർ അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്തായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ വരും. എന്റെ വീട് ഈ കൗൺസിൽ പരിസരത്തല്ല, ഈ വാർഡിലല്ല. അതുകൊണ്ട് എനിക്ക് ഓഫീസ് ഇവിടെ വേണം. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇപ്പോ മനസ്സിലായോ? എന്തിനാ? ഞാൻ MLAയുടെ വളരെ അടുത്ത സുഹൃത്താണ്. എന്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആരോടും സംസാരിച്ചിട്ടല്ല, ഞാൻ MLAയോട് അഭ്യർത്ഥിക്കുക ചെയ്തത്. ഈ ഒരു സാഹചര്യത്തില് ദേവിയേതൊന്ന് പരിഗണിക്കാമോ? ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹമാണ് കട്ട് ചെയ്തത്, ഞാനല്ല. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് വാടക പിന്നീട് തീരുന്നത് വരെ നമ്മളിവിടെ തന്നെ ഉണ്ടാവും. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. അപ്പോ സഹോദരനെ തുല്യനായിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് സൂചിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാന് ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ വിഷയം ഇതായപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത്. അല്ലാതെ ഞാൻ നാളെ തന്നെ ഞാൻ ഒഴിഞ്ഞേക്കാം എന്നാണ് പറയേണ്ടത്. നാളെ തന്നെ ഞാൻ മാഡത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്റെ ഓഫീസും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മാറിയേക്കാം എന്നാണ് പറയേണ്ടത്. സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോ ഓഫീസ് നിലവിൽ റെന്റ് എടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള MLA നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് പറ്റില്ലെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലായിടത്തും കൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 2015-19 കാലത്ത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് ഓഫീസുകൾ കൌൺസിലർമാർക്ക് നൽകാൻ തീരുമാനിക്കുന്നത്. അന്ന് ഞങ്ങളെടുത്ത തീരുമാനം സ്വന്തമായി കോർപ്പറേഷന്റെ കെട്ടിടം വാർഡുകളിൽ ഉണ്ടെങ്കിൽ അത് കൌൺസിലർമാർക്ക് പ്രയോജനപ്പെടുത്തണം. ഇല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ എടുത്തുകൊണ്ട് അവിടെ വാടക നഗരസഭ നൽകും. അങ്ങനെയാണ് ഇവിടെ നേരത്തെ ഒരു ഓഡിറ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസായിരുന്നു. ഞങ്ങളുടെ സ്പിരിഡിൽ തന്നെ ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാക്കി രൂപീകരിച്ചു. ഇന്ന് ഈ കാണുന്ന ഓഫീസ് രൂപത്തിലല്ല, ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസാക്കി ഇതിനെ മാറ്റിയത്. അതിനുശേഷം 7 വർഷം മുന്നോട്ട് പോവുകയാണ്. 5 വർഷക്കാലം LDFന്റെ കൌൺസിലറായിരുന്നു ശ്രീമതി ബിന്ദു കൌൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് BJPയുടെ കൌൺസിലറായിരുന്നു ശ്രീ മധുസൂദനൻ നായർ കൌൺസിലറായിരുന്നു. അപ്പൊ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് MLA ഇവിടെ തുടരുന്നത് കൊണ്ട് മാഡത്തിനുണ്ടാകുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കൌൺസിലിലെ കാര്യങ്ങൾ രേഖകൾ പരിശോധിക്കാനാണോ
പരിശോധിക്കാതെയാണോ താങ്കൾ സംസാരിച്ചത്? രേഖകൾ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അല്ല, ഇങ്ങനെ ഒരു വാടക രേഖയുണ്ടോ കരാറുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ ഞാൻ മേയറിനോട് ഞാൻ ചോദിക്കാം. ഇന്ന് അവധിയല്ലേ, ഇന്ന് പരിശോധിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണിത്. അതുകൊണ്ട് ഇന്നിനിയും നാളെ പരിശോധിച്ച ശേഷം നമുക്ക് തീരുമാനിക്കാം. ശ്രീലേഖ പറയുന്ന ഒരു കാര്യം, താങ്കൾക്ക് അത് കൌൺസിൽ അത് നിയമപരമായിട്ട് കൈമാറിയിട്ടുണ്ട് എന്ന് അത് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതായത് നിയമപരമായി കൈമാറുന്ന നേരത്തെ സംശയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അങ്ങനെ ഒരു കരാറുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് കൂടി ശ്രീലേഖ പറഞ്ഞു. അത് നമുക്ക് കോർപ്പറേഷൻ ഭരണസമിതിയുടെ ആളാണല്ലോ, സ്വാഭാവികമായിട്ടും അതവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായി കൌൺസിൽ ഡിസിഷൻ ഉണ്ട്. അത് പ്രകാരം വാടക നിശ്ചയിച്ചിരുന്നത് കോർപ്പറേഷനാണ്. ആ വാടക നമ്മൾ അടച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തത കുറവില്ല. ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു ഓഫീസിൽ 7 വർഷക്കാലമായിട്ട് ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല ആ ഒരു സഹോദര സ്ഥാനത്ത് നിന്നാണ് സംസാരിച്ചത്. പിന്നീട് പ്രശാന്താണ് പിന്നീട് വളരെ പരുഷമായ വാക്കുകൾ സംസാരിച്ചത്. പ്രശാന്ത് റെക്കോർഡിംഗുകൾ വോയിസുകൾ പുറത്തുവിടട്ടെ എന്നും ശ്രീലേഖ പറയുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ നേരിട്ട് സംസാരിച്ച ആ വിഷയം പറഞ്ഞല്ലോ. ശ്രീലേഖ അവർ ചേച്ചി എന്ന നിലയ്ക്ക് ഞാനും ചേച്ചി തന്നെ അഭിസംബോധന ചെയ്തു. അപ്പൊ ഞാനും വളരെ സ്നേഹത്തോടു കൂടി കൌൺസിലർ MLA വിളിച്ചിരിക്കുന്നു. വളരെ സന്തോഷം, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച്. പക്ഷെ വിഷയം ഒഴിയണമെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോ എന്തു പറയണം? ഒരു യാചനയുടെ സ്വഭാവമായിരുന്നു, സ്വരമായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റൊന്ന്, താങ്കൾ MLA ആണ്, താങ്കൾക്ക് ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും സ്പേസ് കിട്ടും. പക്ഷെ കൌൺസിലർക്ക് ഇവരുടെ വാർഡിൽ മാത്രമേ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ആവശ്യം കൂടി അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷവും കൌൺസിലർമാർക്കില്ലാത്ത പ്രയാസം ഇപ്പോ എങ്ങനെ വരുന്നു? അവിടെ കൌൺസിലർ ഓഫീസും ഇവിടെ MLA ഓഫീസും പ്രവർത്തിക്കുന്നത് കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ മാഡം എന്നോട് ആവശ്യപ്പെട്ടു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത് വളരെ ക്ലിയർ ആണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ കൌൺസിൽ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അപ്പൊ നേരിടാം. ഓഫീസ് ഉപയോഗിക്കും. ഞാൻ ഈ ബാത്റൂം ആണെങ്കിലും ഞാൻ ഇരിക്കും. എനിക്കിരിക്കണ്ടേ? പ്രശാന്തിനായിരിക്കും ബുദ്ധിമുട്ട്. കാരണം ഞാനും എന്റെ ആൾക്കാരും വന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും.